നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് 6 പതിറ്റാണ്ടത്തെ പ്രവൃത്തി പരിചയവുമായി വെട്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ടാണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ വർക്കലയ്ക്ക് സമീപമുള്ള വെട്ടൂർ മേൽവെട്ടൂരാണ് എത്തിയിട്ടുള്ളത്. ഈ വെട്ടൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒരു സിനിമാ നടനുണ്ട്, വെട്ടൂർ പുരുഷൻ. വെട്ടൂർ പുരുഷൻ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഈ ചിറയൻകീഴ് വർക്കല താലൂക്കുകളിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്ന ഒരു പ്രദേശമാണ് വെട്ടൂർ. അന്ന് അലങ്കരിച്ച കാളവണ്ടികളിലും കുതിരവണ്ടികളിലും പ്ലാവഴിക മുതൽ വർക്കല വരെ അന്നത്തെ നമ്മുടെ ഇവിടുത്തെ പൂർവികർ ഒരു ആഘോഷമാക്കി ഒരു പ്രകടനം നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൈവശമുള്ളത് ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നൽകുന്ന സമ്മാനമാണ്. എങ്ങനെയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ? കൊള്ളാം, കുഴപ്പമില്ല. എല്ലാത്തരം മെറ്റീരിയൽസ്, നമ്മുടെ ഉത്സവ ആഘോഷങ്ങൾക്കായാലും മറ്റുള്ള ഫംഗ്ഷനായാലും എല്ലാ മെറ്റീരിയൽസും ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകിക്കഴിഞ്ഞാൽ സമ്മാനം നേടാം. ഇപ്പോൾ എങ്ങനെയുണ്ട് ഓട്ടമൊക്കെ? ഓട്ടം കുറവ് തന്നെയല്ലേ? ചൂടായിട്ട് ആൾക്കാർ ആരും വണ്ടി കയറുന്നില്ല. ഈസിയെ കടഞ്ഞു പോകുന്നു. CC അവിടെ അടഞ്ഞു പോയി. ഓട്ടമില്ലാതെ പിന്നെ CC അടയുന്നത്. ഇപ്പോൾ ഉത്സവ സീസണാണ് വരുന്നത്. എന്നിട്ട് ഒരു ഇവിടെ ഓട്ടം ഇല്ല, അതായത് ഓട്ടം കുറവാണ്. അപ്പോൾ സമ്മാനം നേടുവാനുള്ള ഞങ്ങളുടെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? താമരയിലുണ്ട്. മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഷെഡ് സ്കൂൾ വെൺകുളം അല്ലേ? മോളോ? ഞങ്ങളുടെ കൈവശം ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഒരു ചോദ്യം ചോദിക്കട്ടെ മോനെ? ചോദിക്കട്ടെ? ആദ്യം അമ്മയുടെ തന്നെ ചോദിക്കാം. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? അറിയാമോ? മോനറിയാണോ? അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ? ആനി ബെസന്റ് അല്ല. 1990-91 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. എന്താ ഇവിടെ കുറച്ച് മറ്റ് വിദ്യാർത്ഥിനികൾ നിൽക്കുന്ന കുട്ടികൾക്കറിയാമോ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആര്? അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ കൈവശമുള്ളത് ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? അറിയത്തില്ല. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ചീഫ് സെക്രട്ടറിയാ? അണ്ണനറിയാവണോ? ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? അറിയാം. സുശീല ഗോപാലനല്ല, വനിതാ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ എന്തായാലും അമ്മ സ്വല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ നമ്മൾ പറയും. ഞങ്ങളുടെ കൈവശം ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ഞങ്ങളുടെ കൈവശമുള്ളത് ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? അറിയാം. അപ്പോൾ ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ നിരവധി ആൾക്കാരുടെ അടുത്തേക്ക് ഞങ്ങളുടെ ചോദ്യവുമായി എത്തി. ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല. അമ്മയ്ക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അതിൻ്റെ ശരിയുത്തരം പത്മ രാമചന്ദ്രനാണ്. 1990-91 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അവരാണ് നമ്മുടെ ആദ്യ
വനിതാ ചീഫ് സെക്രട്ടറിയും. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരള. Costume partner Fissa Unlimited Fashions, Men's and Boys, Attingal, Alangodu.